അമ്പോ ഈ മന്ത്രവാദി എന്ന് പറഞ്ഞ അതിന്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാവൂല. കുഞ്ഞെ, അങ്ങേര് വന്നിട്ട് പോയപ്പോ തന്നെ ഇവിടെ എന്തൊരു മാറ്റം വന്നല്ലേ. ഇപ്പൊ കണ്ട ഇവിടെ നിൽക്കാൻ നമുക്ക് എന്തെങ്കിലും പേടിയുണ്ടാ? ഇല്ല. കുഞ്ഞു വാ, ഈ മൂലയിൽ തൊടു കുഞ്ഞെ, ധൈര്യമായിട്ട് തൊട്. അവിടെ അപ്പൂപ്പ ഉണ്ടാ? ഇല്ല. കുഞ്ഞു വാ, അവിടെ നോക്ക്, അവിടെ അപ്പൂപ്പ ഉണ്ടാ? ഇല്ല. അയ്യോ, ഇനി ഇങ്ങോട്ടോ, ഇങ്ങോട്ടോ. ഈ കസേരയുടെ അടിയിൽ ഇവിടെ അപ്പൂപ്പ ഉണ്ടാ? ഇനി ഇങ്ങോട്ട് വേണ്ട, ആ മൂലയിലുണ്ടാ? ഇനി ആ കഥവിന്റെ ഇടയിലുണ്ടാ? ഇല്ല. അതാ പറയണത്, തമിഴിലൊരു ചൊല്ലുണ്ട്, വരത്തക്കം വന്നപ്പോ വല്യത്താനുമില്ല കില്യത്താനുമില്ല. ഒരു ഭയങ്കര ചട്ടമ്പി വല്യത്ത ഉണ്ടായിരുന്നു. നാട്ടിലെല്ലാരും വിറപ്പിച്ചു വരെയായിരുന്നു. എതിരിടാൻ ചെന്നവരെയൊക്കെ അടിച്ചു മലത്തി. അവസാനം ചട്ടമ്പിയെ പറ്റി രാജാവിന്റെ ചെവിയിലും എത്തി. പിടിച്ചു കെട്ടി തടവിലാക്കാൻ കൽപ്പനയായി. അപ്പോഴാണ് ഉൾനാടൻ ഗ്രാമത്തിലെ വല്യത്തെ അറിയണത് നാട്ടില് രാജാവെന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നും നിയമമുണ്ടെന്നും ശിക്ഷയുണ്ടെന്നും ഒക്കെ. വല്യത്താനെ അന്വേഷിച്ച് രാജഭടന്മാര് വരുന്നുണ്ടെന്ന് അറിഞ്ഞ പാതി അറിയാത്ത പാതി. വല്യത്ത രാഖി രാമനെ നാട്ടിൽ നോടി. അങ്ങനെ വന്ന ചൊല്ലാണ് വരത്തക്കം വന്നപ്പോ വല്യത്താനുമില്ല കില്യത്താനുമില്ല. കേട്ടവനെ, എന്ന് വെച്ചാ വരേണ്ട ആള് വന്നാൽ ഒഴിയേണ്ട ആള് ഒഴിയും. ചേച്ചി പറഞ്ഞു നേരാ. ഇപ്പൊ ആകെ ഒരു മനസുഖം. പക്ഷെ ഒരു കാര്യം, നമ്മൾ മറ്റേ ആളിനെ പറഞ്ഞു വിട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ശാശ്വതമായ ഒഴിപ്പിക്കലല്ല, ഇനിയും അതിന് പൂജകൾ വേണം. അയ്യോ, അതെന്തിനാ? അത് വേണം കുഞ്ഞേ, ഇല്ലെങ്കിലേ പോയ മച്ചാൻ തിരുമ്പി വരും. എന്ന് വെച്ചാ പോയ ആള് തിരിച്ചു വരുമെന്ന്. വീട്ടിൽ കയറി ശുദ്രയന്ത്രങ്ങളെ അടിച്ചോടിച്ച പോരാ, വീണ്ടും അകത്ത് കേറാതെ മതിലും ഗേറ്റും ഒക്കെ നമുക്ക് ബലപ്പിക്കണം. ഇവിടുത്തെ ഗേറ്റിന് നല്ല ബല. എന്റെ പൊന്നു കൊച്ചേ, ഗേറ്റ് എന്ന് പറഞ്ഞാൽ സാധാ ഗേറ്റ് അല്ല, തന്ത്രമന്ത്രങ്ങൾ കൊണ്ടുള്ള ഒരു ഗേറ്റ്. അദൃശ്യമായൊരു വലയം. ആത്മാക്കൾ ആ വലയിൽ തട്ടിയ ഷോക്കടി കിട്ടിയ പോലെ പിടച്ചോണ്ട് ഓടും. അതിന് നമ്മൾ ഇത്തിരി കാശിറക്കണം. എത്രയാവും ചേച്ചി? അത് മന്ത്രവാദി പറഞ്ഞത് ഒരു 2000 രൂപയാവും. 2000 രൂപയോ? 2000 രൂപയായാലും എന്ത് കുഞ്ഞേ, അപ്പൂപ്പനെ പേടിക്കാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങാല്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇൻഷുറൻസിലൊക്കെ ചേരൂല്ലേ, ഒരു ചെറിയ തുക 2000. ഈ TV ഒക്കെ ചീത്തയാവാതിരിക്കാൻ ഈ സ്റ്റെബിലൈസർ വെക്കൂല്ലേ, അതുപോലെ യക്ഷി വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലയം. അല്ല, ഇവിടെ ഇനിയും പൂജ നടത്തുമെന്നാണോ? പൂജ ഇവിടെ വെച്ച് വേണ്ട, മന്ത്രവാദിയുടെ വീട്ടിൽ വെച്ച് പൂജ നടത്തിയിട്ട് പ്രസാദം ഇങ്ങ് എത്തിച്ചേരും. അതുപോലെ മതി.